സത്യസന്ധമായിട്ടുള്ള പ്രതികരണം അറിയിക്കാൻ ഞാൻ തയ്യാറാണ്. പറയൂ, വ്യൂ പോകുമെന്ന് അറിയത്തില്ല, എന്നാലും ഞാൻ അറിയിക്കാം. ജയിലിലല്ല, അണ്ണൻ മഞ്ചേരിയിൽ ഇറങ്ങിയിട്ടുണ്ട്. അണ്ണന് പരോള് കിട്ടിയിരിക്കുകയാണ്. ആ കുട്ടിയായിട്ട് ചാറ്റ് ചെയ്തിട്ട് 2.5 വർഷത്തോളം മാട്രിമോണിയിൽ കൂടി പരിചയപ്പെട്ട കുട്ടിയുമായിട്ട് ഇദ്ദേഹം ഹോട്ടലിലും പരിസര പരിസര പ്രദേശങ്ങളിലും പോയിട്ട് ചേട്ടൻ സ്നേഹം പങ്കിട്ടു എന്നാണ് പറയുന്നത്. 2 കൂടെ തൊള കേട്ടിട്ട് മറ്റേ പെണ്ണുങ്ങളെ കിട്ടിയ സ്ത്രീ തന്നെ തരുമോ അളിയ എന്നും പറഞ്ഞു. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പേ എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ എട്ടം പോലെ നോക്കേണ്ട ആ സബ്സ്ക്രൈബ് ബട്ടൺ എവിടെയും നോക്കി കണ്ടുപിടിച്ചിട്ട് അതിൽ പ്ലക്കനെ എന്നൊരു ക്ലിക്ക് വെച്ച് കൊടുക്കുക. ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിലും എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ്. അതോടൊപ്പം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടുക. ആദ്യം വീഡിയോക്ക് ഒരു ലൈക്ക് തരിക, അതിനുശേഷം കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യുക. കുറഞ്ഞ പക്ഷേ ഇങ്ങനെ ഒരു ലൈക്ക് കമൻറ്റായിട്ട് ഇടുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഹൃദയം കമൻറ്റായിട്ട് ഇടുക. ഈ വീഡിയോ റീച്ച് ആകാനായിട്ട് അത് വളരെയധികം എന്നെ സഹായകരമാക്കും. നമ്മുടെ ഈ ഒരു കൂട്ടായ്മ, നമ്മുടെ ഈ ഒരു കുടുംബം വളരാനായിട്ട് അത് വളരെയധികം സഹായകരമാക്കും. അപ്പോൾ കൂടുതൽ ലാഗടിപ്പിക്കുന്നില്ല, നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം. നല്ല ഹൃദയങ്ങളുടെ കമൻറ്റുകൾക്കായി ഞാൻ വെയിറ്റിംഗ് ആണ്. നമ്മുടെ വിഷയം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. നമ്മുടെ പ്രിയങ്കരനായ ഉണ്ട ഉരുട്ടി ഡാൻസർ ജുനൈദിനെ പോലീസ് അറസ്റ്റ് ചെയ്തൊരു സാധനം. അത് കണ്ടിട്ടില്ലാത്തവർക്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുക്കുക. നിങ്ങൾ തീർച്ചയായിട്ടും ആ വീഡിയോ കണ്ടതിന് ശേഷം ഇത് കണ്ടാലേ അതിൻ്റെ ഒരു പൂർണ്ണത കിട്ടാൻ സാധ്യതയുള്ളൂ. സംഭവം ഇത്രയേ ഉള്ളൂ. കൊറോണ വന്ന സമയത്ത് നമ്മുടെ കൊറോണയുടെ ഭാഗമായിട്ട് ഒരു ചേട്ടൻ ഹിറ്റായിട്ടുണ്ടായിരുന്നു. ആ ചേട്ടൻ ഹിറ്റായെന്ന് പറഞ്ഞാൽ പാട്ടുകളൊക്കെ ഇങ്ങനെ എയ്യ ഹുയ്യ ഹയ്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കളിച്ച് ഓവർ ആക്ഷൻസ് കാണിച്ചിട്ടാണ് ചേട്ടൻ ഹിറ്റായത്. ചേട്ടൻ്റെ ഡാൻസുകളെല്ലാം വളരെ ഹിറ്റായിരുന്നു. നമുക്ക് എല്ലാവർക്കും ഈ ചേട്ടനെ കണ്ടാൽ അറിയാം. ഈ ചേട്ടൻ്റെ ഇൻ്റർവ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. ഈ ചേട്ടൻ വളരെയധികം പോപ്പുലറായിരുന്നു. അങ്ങനെ ഇരുന്ന സമയത്ത് ഈ ചേട്ടൻ അറസ്റ്റായി എന്നൊരു വാർത്ത വന്നു. എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ബാക്ക് ഡ്രോപ്പ് പോലെ ഞാൻ വാർത്ത മാത്രം ഒന്ന് കാണിച്ചു തരാം. യുവതിയുമായി സോഷ്യൽ മീഡിയ വഴിയാണ് പ്രതി ജുനൈദ് പരിചയപ്പെട്ടത്. തുടർന്ന് പ്രണയം നടിക്കുകയും വിവാഹം ചെയ്യാമെന്ന് യുവതിക്ക് വാഗ്ദാനം നൽകുകയും ചെയ്തു. 2 വർഷത്തോളമായി മലപ്പുറത്തും പരിസര പ്രദേശങ്ങളിലെയും വിവിധ ലോഡ്ജുകളിലും ഹോട്ടലുകളിലും എത്തിച്ച യുവതിയെ പീഡിപ്പിച്ചതായി പോലീസ് പറഞ്ഞു. അതാണ് സംഭവം. അതായത് നമ്മൾ ഈ വീഡിയോ അന്ന് റിയാക്ട് ചെയ്തപ്പോഴേ പറഞ്ഞായിരുന്നു, 2 വർഷം മലപ്പുറത്ത് പല ഹോട്ടലുകളിലും ലോഡ്ജുകളിലും പരിസര പ്രദേശങ്ങളിലും ഈ പെൺകുട്ടിയെ കൊണ്ടു നടന്ന് ഇദ്ദേഹം പീഡിപ്പിച്ചു. ഈ 2 വർഷത്തോളം ഈ പെൺകുട്ടിയെ അറിഞ്ഞില്ല. പാപം എന്നെ പീഡിപ്പിക്കുകയാണെന്ന് അറിഞ്ഞില്ല. ചേട്ടൻ സ്നേഹം പകർന്നു തരികയാണെന്നാണ് ഈ കുട്ടി മനസ്സിലാക്കിയത്. കുട്ടിയും പകർന്നു തന്ന സ്നേഹം എല്ലാം സ്വീകരിച്ചിട്ടുണ്ട്. 2 വർഷം കഴിഞ്ഞിട്ട് ഈ അണ്ണനോ ഈ ചേച്ചിയോ ചതിച്ച് സ്കൂട്ടാകാൻ ശ്രമിച്ച സമയത്ത് ഈ ചേച്ചി കൊണ്ട് പരാതി കൊടുത്തു. ലവ എന്നെ പ്രേമം നടിച്ച് അവൻ കടന്നു കളഞ്ഞ് സാറേ പിടിക്കണം സാറേ എൻ്റെ പൊന്നു സാറേ എന്ന് പറഞ്ഞത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പരാതിയും കൊടുത്തു. സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിൽ നടക്കുന്നതെന്ന് പറഞ്ഞാൽ സ്ത്രീ ഇങ്ങനെ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ അത് ഉള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും ആ പുരുഷനെ പിടിച്ച് അകത്തിട്ട് ഗുമ്മാന്ന് 4 ഗുമ്മൽ കൊടുക്കലാണ് പരിപാടി. അതേപോലെ തന്നെ അണ്ണൻ വിദേശത്തേക്ക് കടക്കാൻ ശ്രമിച്ചപ്പോൾ ബാംഗ്ലൂർ വെച്ച് ഓടിച്ചിട്ട് പിടിച്ച് പോലീസുകാർ ഗുമ്മാന്ന് ഇടിച്ചെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. ഏതായാലും അണ്ണൻ്റെ നിഷ്കളങ്കമായ വേദനിക്കുന്ന മുഖത്തോടെയുള്ള ഒരു ഫോട്ടോയും വീഡിയോ ഒക്കെ നമ്മൾ അതിനകത്ത് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ പിടിച്ച സമയത്ത് നമ്മളെല്ലാവരും സ്വാഭാവികമായിട്ടൊരു വ്ളോഗറെ പിടിക്കുമ്പോഴത്തേനും വാർത്താ ചാനലുകൾ കൊട്ടിഘോഷിക്കും. എല്ലാവരും കൊട്ടിഘോഷിച്ചു, നമ്മളും കൊട്ടിഘോഷിച്ചു. ഇപ്പോൾ അണ്ണൻ അതിന് ശേഷം 2 ദിവസങ്ങൾക്ക് മുമ്പ് മറ്റൊരു വീഡിയോ ആയിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ പ്രത്യക്ഷപ്പെട്ട വീഡിയോ കണ്ടിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് വരാം. ജയിലിലല്ല, അണ്ണൻ മഞ്ചേരിയിൽ ഇറങ്ങിയിട്ടുണ്ട്. അണ്ണന് പരോള് കിട്ടിയിരിക്കുകയാണ്. മഞ്ചേരി എവിടെയാ? മഞ്ചേരി കോഴിക്കോടല്ലേ? മഞ്ചേരിയിലാണ് ചേട്ടൻ. മഞ്ചേരിയിൽ എവിടാ? ഇവൻ്റെ കടയിലാണ് ഞാൻ നിൽക്കുന്നത്. എടാ അതിന് അവനാരാടാ? അവൻ്റെ കട എവിടെടാ? അതിന് മഞ്ചേരിയിൽ ഇതൊക്കെ ഞങ്ങൾക്കറിയുമോ? മഞ്ചേരിയിൽ ഞാൻ എവിടാ? ഞാൻ തണ്ട് ഇവൻ്റെ കടയിലാണ് നിൽക്കുന്നത്. താൻ എവിടെയെങ്കിലും പോയി നിൽക്കടോ. താൻ എവിടെയാണെങ്കിലും പറയണ്ടേ. അങ്ങനെ പറയുമ്പോൾ ഞാൻ മഞ്ചേരിയിൽ എവിടെ നിൽക്കുന്നത്? ഞാൻ താ ഇവൻ്റെ കടയിലാണ് നിൽക്കുന്നത്. നല്ല ഈ എല്ലാം പിന്നെ ഓപ്പൺ ആയിട്ടുള്ള ഒന്നും വിശ്വസിക്കാൻ നിൽക്കരുത്. ഒരു കാര്യം കാരണം വെച്ചാൽ എല്ലാം ഫേക്ക് ആണോ ശരിയാണോ, സംഭവം ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവമാണോ ഇതൊന്നും തിരിച്ചറിയാതെ ഇത് നിലവിലുള്ളതാണോ ഒന്നും അറിയാതെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പലർക്കും പറയുന്നു. എന്ന് വെച്ചാൽ ഞാൻ ഒരു സംഭവത്തിൽ ചോദിച്ചിട്ടുണ്ട്, തെറ്റിദ്ധാരണയുടെ പേരിൽ മാത്രമാണ്, അല്ല വേറൊന്നുമല്ല. അല്ലെങ്കിൽ തെറ്റിദ്ധാരണയുടെ പേരിൽ മാത്രം സംഭവിച്ച കാര്യങ്ങളാണ് സംഭവിച്ചത്, അല്ലാതെ മറ്റൊന്നുമല്ല. നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കില്ല. തെറ്റിദ്ധാരണയുടെ പേരിൽ സംഭവിച്ച സാധനങ്ങളെ കുറിച്ചിട്ട് മാത്രമാണ് സംസാരിക്കുന്നത്. അല്ലെങ്കിൽ അന്നിപ്പോൾ ഇറങ്ങിയിട്ട് മഞ്ചേരിയിലോ അല്ല അവൻ്റെ മൊബൈൽ ഷോപ്പിൽ പോയി നിൽക്കാൻ പറ്റില്ല. വെറും തെറ്റിദ്ധാരണ മാത്രമാണ്. തെറ്റിദ്ധാരണ എന്താ നമുക്ക് കേൾക്കാം. ഞാനിപ്പോൾ ഇവിടെ തീർന്നു.
അപ്പോൾ തെറ്റിദ്ധാരണയുടെ പേരിലാണ് വന്നത്. തെറ്റിദ്ധാരണ എന്താണെന്ന് അണ്ണൻ അടുത്തൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് ആ അപ്ലോഡ് ചെയ്ത വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം വേറെ എവൻ്റെയോ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്, എൻ്റെ സ്വന്തം ചാനലിലല്ല അപ്ലോഡ് ചെയ്യുന്നത്. അതിൻ്റെ ശാസ്ത്രം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇനി എന്താണ് തെറ്റിദ്ധാരണ നമുക്ക് കേൾക്കാം. ഇത് ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഓൺലൈനിൽ പരിചയപ്പെട്ട കുട്ടിയെ കൊണ്ട് നടന്ന് 2 വർഷത്തോളം ആ കുട്ടി അറിയാതെ പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. എന്നാലും എനിക്ക് ഈ 2 വർഷത്തോളം എങ്ങനെ മനസ്സിലായെന്ന് എനിക്കത് അറിയത്തില്ല. എനിക്കത് മനസ്സിലായില്ലത്. ഉറക്കുകളിലെല്ലാം കൊടുത്തു കാണും ഇല്ലയോ? ഹലോ ഗൈസ്, പിന്നെ ഇപ്പോഴത്തെ വിവാഹത്തിൽ നമ്മളാണല്ലോ ഇപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ. അപ്പോൾ അതിന്റെ സത്യാവസ്ഥ നമുക്ക് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കേൾക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കേൾക്കി. ഇതിന്റെ സത്യാവസ്ഥ എന്താ വെച്ചാൽ, അണ്ണാ ഞാൻ കേൾക്കും. ഞാൻ നിങ്ങൾക്കെതിരെ പ്രശ്നമായെന്നുള്ള വാർത്ത കേട്ടപ്പോൾ എടുത്തിട്ട് റിയാക്ട് ചെയ്തൊരു മനുഷ്യനാണ്. അപ്പോൾ നിങ്ങളുടെ ഭാഗത്തുള്ള ന്യായീകരണം, സത്യസന്ധമായിട്ടുള്ള പ്രതികരണം അറിയിക്കാൻ ഞാൻ തയ്യാറാണ്. പറയൂ, വ്യൂ പോകുമെന്ന് അറിയത്തില്ല, എന്നാലും ഞാൻ അറിയിക്കാം. അതിൽ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ പോയി പരിചയപ്പെട്ടു അതായത് എന്ന് വെച്ചാൽ ഞാൻ മാട്രിമോണി കൊടുത്തിട്ട് അങ്ങനെയാണ് ഞങ്ങൾ പരിചയപ്പെട്ടത്. ഞങ്ങളുടെ കുടുംബത്തിനും മോളെ കുടുംബത്തിനും അറിയാം. അതൊരു ഫ്രഷ് ഐഡിയ ആണല്ലോ. സോഷ്യൽ മീഡിയ കൂടെ പരിചയപ്പെടില്ല, മാട്രിമോണിയിലൂടെ നിങ്ങൾ കയറിയിട്ട് വിവാഹ ആലോചനകൾ വരുന്ന കുട്ടീനെ പരിചയപ്പെട്ടിട്ട് ആ കുട്ടിയായിട്ട് ചാറ്റ് ചെയ്തിട്ട് 2.5 വർഷത്തോളം മാട്രിമോണിയിൽ കൂടി പരിചയപ്പെട്ട കുട്ടിയുമായിട്ട് ഇദ്ദേഹം ഹോട്ടലിലും പരിസര ഇതെന്തുവാ ഇത്, പരിസര പ്രദേശങ്ങളിലും പോയിട്ട് ചേട്ടൻ സ്നേഹം പങ്കിട്ടു എന്നാണ് പറയുന്നത്. 2 വർഷത്തോളം മാട്രിമോണിയിൽ പരിചയപ്പെട്ട കുട്ടിയായിട്ട് സ്നേഹം പങ്കിട്ടു. നമ്മളൊക്കെ കല്യാണം അടുക്കുമ്പോഴത്തേനും മാട്രിമോണിയിലിടും. കുട്ടിയായിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അപ്പോഴേ ഇതങ്ങനല്ല. 2 വർഷത്തോളം നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഹൃദയം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ എടുത്ത് കൈമാറി, അവിടുന്ന് എടുത്ത് കൈമാറി എന്തോ 2 വർഷത്തോളം ഇവർ നന്നായിട്ട് സ്റ്റഡി ചെയ്തതിന് ശേഷമാണ് കല്യാണത്തിലേക്ക് പോകുന്നത്. വളരെ മോഡേൺ ചിന്താഗതിയുള്ള ആൾക്കാരാണ്. പിന്നെ ഞങ്ങൾ തമ്മിൽ ബിസിനസ്പരമായിട്ട് കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ബിസിനസ് പരമായിട്ടും കാര്യങ്ങളുണ്ടായിരുന്നു, കല്യാണപരമായിട്ടും കാര്യങ്ങളുണ്ടായിരുന്നു. മാട്രിമോണിയിലൂടെ കണ്ട് പരിചയപ്പെട്ടതാണ്. ഈ മാട്രിമോണിയിലൂടെ കണ്ട് പരിചയപ്പെട്ട് താങ്കൾ ആ കുട്ടിയായിട്ട് ഇഷ്ടപ്പെട്ടു, 2 വർഷത്തോളം ആ കുട്ടിയെ കൊണ്ട് നടന്ന് സ്നേഹിച്ചുവെങ്കിൽ എന്തുകൊണ്ടാണ് ഈ 2 വർഷം കെട്ടാതിരുന്നത് എന്നൊന്നും അറിയിച്ചിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. എനിക്കതിനകത്ത് ലോജിക്ക് അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. അതുകൊണ്ടാണ് എൻ്റെ ചിന്താഗതിയുടെ പ്രശ്നമായിരിക്കും. വയസ്സ് പ്രശ്നങ്ങളൊക്കെ അങ്ങനത്തെ ഒരു വിഷയത്തിൽ രണ്ടുപേരും അങ്ങോട്ട് ചെറുതായിട്ടുള്ള വിഷയങ്ങളൊക്കെ ചെയ്യാം. ഗൾഫിൽ പോകാൻ നേരത്ത് ഇത് അവളോട് പറയാത്ത ലെവലിലാണ് പോയി. അതായത് മാട്രിമോണിയിലൂടെ കണ്ട് പരിചയപ്പെട്ടു. മാട്രിമോണിയിലൂടെ എന്തിനാണ് നമ്മൾ കണ്ട് പരിചയപ്പെടുന്നത്? സ്നേഹിക്കാൻ, പ്രണയിക്കാൻ, കല്യാണം കഴിക്കാൻ, വിവാഹം കഴിക്കാൻ മാട്രിമോണിയിലൂടെ കണ്ട് പരിചയപ്പെട്ട കുട്ടിയുമായിട്ട് 2 വർഷത്തോളം അണ്ണൻ പല ഹോട്ടൽസിലും പല പരിസര പ്രദേശങ്ങളിലും എല്ലാം പോയി സ്നേഹം പങ്കിട്ടതിന് ശേഷം അണ്ണനെ ഇത് ബിസിനസ് പാർട്ണറാക്കി പുള്ളിക്കാരിയായിട്ട് ബിസിനസ് പാർട്ണർഷിപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കല്യാണം കെട്ടാനുള്ള സംഭവമാണ്. 2 വർഷത്തോളം കൊണ്ടുവന്ന് സ്നേഹിച്ചിട്ടുണ്ട്. എന്നിട്ട് പുള്ളിക്കാരിയോട് പറയാതെ അണ്ണൻ ബാംഗ്ലൂർ വഴി കയറി വിടാൻ നോക്കി. അപ്പോൾ പുള്ളിക്കാരിക്ക് അത് കൊണ്ടു. ஆனால் ഇതിൻ്റെ പേരാണ് ചതി അഥവാ വഞ്ചന. അതായത് നിങ്ങൾ അവരോട് പറഞ്ഞിട്ട് നല്ല രീതിയിൽ പോയിക്കൂടും. നിങ്ങൾ വിദേശത്തോട്ടല്ലേ പോകുന്നത്, അപ്പുറത്തെ ഷാജിയേട്ടൻ്റെ കടയിൽ ചായ കുടിക്കാൻ പോയൊന്നുമല്ലോ. വിദേശത്തോട്ട് പോകുമ്പോഴത്തേനും നിങ്ങൾ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ട് പോകണ്ടേ. നിങ്ങളപ്പോൾ നൈസിന് ആ കുട്ടിയെ പറ്റിച്ചത് തന്നെയാണ്. പിന്നെ നിങ്ങൾ പരോളിന് പുറത്തു വന്നതിൻ്റെ കാരണം എനിക്ക് മനസ്സിലാക്കിയത് ഈ പറഞ്ഞ പോലെ പീഡനമല്ലത്. നിങ്ങൾ പരസ്പര സ്നേഹത്തോടെ പരസ്പര സമ്പർക്കത്തോടെ പങ്കിട്ടതായതുകൊണ്ടാണ് നിങ്ങൾക്ക് ജാമ്യം കിട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയില്ല. അപ്പോൾ അവിടെ ആ തെറ്റിദ്ധാരണയുടെ പേരിൽ അവിടെ കേസ് ഫയലായതാണ്. പിന്നെ അതിന് ശേഷം അവിടെ ഗൾഫിലെത്തിയതിന് ശേഷം വിളിച്ച് സംസാരിച്ച് അവർക്ക് തെറ്റിദ്ധാരണ കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ഞാൻ ഇറങ്ങാൻ നിൽക്കെ എങ്ങനെ ഒരു കേസ് നിലവിലുണ്ടെന്ന് ഓൾറെഡി അറിഞ്ഞിട്ടാണ് ഞാൻ വന്നത്. ഈ വന്നതിന്റെ ശേഷം എന്നെ അവിടുന്ന് ഈ തിരിച്ചു വന്നപ്പോഴാണ് എന്നെ ഇങ്ങനെ പിടിച്ചിട്ടുള്ളത്. അതായത് അണ്ണൻ പറയുന്നത് അണ്ണൻ ബാംഗ്ലൂർ വഴി കടക്കാൻ ശ്രമിക്കുകയല്ലായിരുന്നു. അണ്ണൻ അവിടെ നിന്നപ്പോഴാണ്, അതായത് ഈ പുള്ളിക്കാരിയോട് 2 വർഷത്തിൽ പരിചയപ്പെട്ട് 2 വർഷത്തോളം ഹൃദയങ്ങളും കണ്ണുകളും ചങ്കുകളും കുന്തക്കുടച്ചങ്ങളുടെ എല്ലാം കൈമാറിയിട്ട് ഈ അണ്ണൻ ബാംഗ്ലൂർ വഴി കടക്കാൻ ശ്രമിച്ചതല്ല. ഈ അണ്ണൻ ഓൾറെഡി കടന്നു കഴിഞ്ഞു. അപ്പോൾ ഓൾറെഡി ചതിച്ചു കഴിഞ്ഞു. എന്നിട്ട് ഇങ്ങനൊരു കേസ് ഉണ്ടായെന്ന് അറിഞ്ഞപ്പോൾ അണ്ണൻ സെറ്റിൽ ചെയ്യാൻ തിരിച്ചു വന്നതാണ്. തിരിച്ചു വന്നപ്പോഴാണ് പോലീസ് പിടിച്ചത്. അല്ല, ഞാൻ രക്ഷപ്പെടാൻ ശ്രമിച്ചതല്ല. ഞാൻ തിരിച്ചു വന്നിട്ട് എൻ്റെ ആത്മാർത്ഥതയോടെ സാറേ എന്നെ അറസ്റ്റ് ചെയ്യ് സാറേ എന്ന് പറഞ്ഞ് നിന്ന് കൊടുത്തത്. ഇതാണ് എൻ്റെ ആത്മാർത്ഥതയെ നിങ്ങൾ ചോദ്യം ചെയ്യരുത്. അപ്പൊ തന്നെ വലിയ പബ്ലിസിറ്റി കാര്യങ്ങളൊക്കെ ആക്കിങ്ങാണ്ട് അപ്പൊ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവള് ഇവിടെ വന്നതിന് ശേഷം അവിടെ കേസ് പിൻവലിച്ചിട്ടുണ്ട്. ഇതിൽ ഇങ്ങനത്തെ ഞങ്ങൾ തമ്മിൽ യാതൊരു പിൻവലിച്ചു എന്നല്ലേ പറഞ്ഞേ? എനിക്ക് ലീ ആകട്ടെ. എൻ്റെ പ്രശ്നമാണോ നിങ്ങളുടെ പ്രശ്നമാണോ? നിങ്ങൾക്ക് എന്താ കേട്ടാൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. പ്രശ്നവും കാര്യങ്ങളും ഇല്ലാതൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ സോഷ്യൽ മീഡിയ ആണ്. അപ്പോൾ ഇതിൽ പലതും പല ന്യൂസ് വ്യാജമായിട്ടുണ്ട്. അല്ലാതെ ഇതിൽ എല്ലാം അവിടുന്ന് ഇപ്പൊ ഞാൻ കയറാൻ നേരത്തെ സാഹസികമായിട്ട് പിടിച്ചില്ല. അങ്ങനൊന്നുമല്ല പറഞ്ഞു. സാഹസികമായിട്ട് പിടിച്ചെന്നോ? സാഹസികമായി പിടിച്ചു. ഇത് മറ്റേ കോഴിക്കോടൻ സ്ലാങ്ങിൻ്റെ പ്രശ്നമാണെങ്കിൽ എന്നോട് ക്ഷമിച്ചാലേ. ഞാൻ നിങ്ങളെ കളിയാക്കിയതല്ല. എനിക്ക് ബേസിക്കലി എനിക്ക് അണ്ണം പറഞ്ഞത് ഞാൻ ആദ്യം കേട്ടപ്പോൾ ഞാൻ സ്വാസികമായിട്ട് പിടിച്ചു എന്നാണ് എനിക്ക് കേട്ടത്. എൻ്റെ തെറ്റ്. ഐ ആം ദ സോറി.
ബാക്കി പറ. സാഹസികമായിട്ടല്ല പിടിച്ചേ, അണ്ണൻ പിടി കൊടുത്തതായിരുന്നു, മനസ്സിലായോ? സാഹസികമായിട്ട് എന്ത് പിടിച്ചാണെന്നല്ലേ പറഞ്ഞ് സാഹസികമായിട്ട് പിടിച്ചു. ബാംഗ്ലൂർ എയർപോർട്ട് പോയി പോകാൻ നിൽക്കവേ അപ്പൊ അങ്ങനെ കൊടുത്തില്ലേ. അപ്പൊ അങ്ങനെ ഒന്നല്ല അതിന്റെ സത്യാവസ്ഥ അങ്ങനെയൊക്കെയാണ്. അപ്പൊ ആ ഒരു ഇതെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. അപ്പൊ അങ്ങനെ ഒന്നല്ല അതിന്റെ സത്യാവസ്ഥ. അതിന്റെ സത്യാവസ്ഥ അങ്ങനെയൊക്കെയാണ്. ഈ അണ്ണന് കിളി പോയി, അണ്ണന്റെ ഫുൾ കിളി പോയി. കേസും കാര്യങ്ങളും എല്ലാം പിൻവലിച്ചിട്ടുണ്ട്. ഞങ്ങൾ തമ്മിൽ ഒരു ധാരണയിലെത്തിയിട്ടുണ്ട്. അപ്പൊ അവർ തമ്മിൽ ധാരണയിലെത്തി. ഏതാ കേസെല്ലാം പിൻവലിച്ചു, ഞങ്ങൾ തമ്മിൽ ധാരണയിലെത്തിയിട്ടുണ്ട്. കേസെല്ലാം തീർന്നു, എല്ലാം സെറ്റിൽമെന്റ് ആക്കി. ഈ ഇത് കുത്തിപ്പൊക്കിക്കാണ്ട് പിന്നെ അതൊക്കെ നിങ്ങളെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കമന്റ് ഇടാം, നിങ്ങൾക്ക് കുത്തിപ്പൊക്കാന്ന് കുഴപ്പമില്ല. ഞങ്ങൾ തമ്മിൽ ഇപ്പോൾ കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല. എന്റെ മകൻ വന്നുകൊണ്ട് ഇപ്പൊ ഞാനിത് പറയുന്നുണ്ട്, എന്റെ കടമയാണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞോളൂ. അപ്പോൾ ഇത്ര വിവരങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനൊന്നുമില്ല, എൻ്റെ മുഖം വരാതെ ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നില്ല. അങ്ങനൊന്നും നിർബന്ധമില്ല. പിന്നെ നിങ്ങളുടെ പ്രതിച്ഛായ സംരക്ഷിക്കുക എന്നുള്ളത് നിങ്ങളുടെ കടമയാണ്. പിന്നെ കുത്തിപ്പൊക്കാൻ നമ്മൾ കുത്തിപ്പൊക്കും, നമ്മൾ കുത്തിപ്പൊക്കിയിരിക്കുന്നു. എന്തായാലും അണ്ണൻ്റെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടക്കട്ടെ. ഏതായാലും അണ്ണൻ പറഞ്ഞതിൻ്റെ കഥ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വാസമായിട്ടില്ല. നിങ്ങളേതായാലും വീണ്ടും ആ കുട്ടിയെ കെട്ടാമെന്ന് പറഞ്ഞ് സമ്മതിച്ചിട്ടുണ്ടാവാം, ഉണ്ടത്ര, മനസ്സിലായില്ലേ? എനിക്കറിയത്തില്ല. ഏതായാലും അണ്ണൻ ബാംഗ്ലൂർ വഴി കടക്കാൻ ശ്രമിച്ചപ്പോൾ പിടിച്ചതല്ല, കേസുണ്ടെന്ന് പറഞ്ഞിട്ടാണ് തിരിച്ചു വന്നതാണ്. എന്നാലും 2 വർഷത്തോളം മാട്രിമോണിയിലൂടെ പരിചയപ്പെട്ട്, വിവാഹിതനാകാൻ വേണ്ടി മാട്രിമോണിയിലൂടെ പരിചയപ്പെട്ട് 2 വർഷത്തോളം സ്നേഹം പങ്കിട്ട കുട്ടിയോട് ഒരു വാക്ക് പോലും മിണ്ടാതെ, ബിസിനസ് പാർട്ട്ണറിനോട് പോലും ഒരു വാക്ക് പോലും മിണ്ടാതെ അണ്ണൻ എന്തിനും ദുബായിക്ക് കടന്നു. അതാണ് എൻ്റെ സംശയം. അതെനിക്ക് എത്ര ആലോചിച്ചിട്ട് അങ്ങ് മനസ്സിലാകുന്നില്ല. അത്രയ്ക്ക് അടുപ്പമുണ്ട്, നിങ്ങൾ തമ്മിൽ അത്രയ്ക്ക് ക്ലോസ് ആയിരുന്നെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു, അതെനിക്ക് മനസ്സിലായില്ല. ഏതായാലും അതിനൊരു മറുപടിയായിട്ട് അണ്ണൻ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇതിനകത്ത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലേ പറഞ്ഞിരുന്നു, ഒരാണും പെണ്ണും സ്വന്തം ഇഷ്ടത്തോടെ ഇത്തരത്തിലുള്ള കുൽസിത പ്രവർത്തികളിൽ ഏർപ്പെട്ടിട്ട്, ആണോ പെണ്ണോ ഒരാൾ ചതിക്കുന്ന ഉടനെ അവരെന്നെ ചതിച്ചു, അവരെന്നെ പറ്റിച്ചു വഞ്ചിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേസ് കൊടുക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. ഇതിപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ പോലീസിൻ്റെ അന്വേഷണത്തെ കണ്ടുപിടിച്ചാണ്. 2 എണ്ണം കൂടെ തുള കേട്ടിട്ട് മറ്റേ പെണ്ണുങ്ങളെ കിട്ടിയ സ്ത്രീ തന്നെ തരുമോ അളിയ എന്നും പറഞ്ഞിട്ടായിരിക്കും അങ്ങോട്ട് പോയത്. അതിനുശേഷം വന്നിട്ട് അവനെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഏതായാലും മറ്റേ കോടതിയുടെ ഒരു ഈ ലെറ്റർ വിധിയെന്ന് നമ്മൾ അന്നേരം കാണിച്ചിട്ടുണ്ടായിരുന്നു. സ്ത്രീകളാണ് ഇത്തരത്തിലുള്ള ഫേക്ക് എലിഗേഷൻ എടുക്കുന്നതെങ്കിൽ അവർക്കെതിരെയുള്ള നിയമ നടപടികൾ ഉണ്ടാകണം. ഇപ്പം നിവിൻ പോളിക്കെതിരെ എന്ത് വലിയ എലിഗേഷൻ പറഞ്ഞ് എന്തെങ്കിലും നടന്നോ? അതേസമയം നിവിൻ പോളിക്ക് അന്നേരത്തിനും കുറ്റപത്രമായി മാങ്ങയെ തേങ്ങയായി. ആണുങ്ങളിവിടെ സേഫല്ല, ആണുങ്ങളൊക്കെ ഓടി രക്ഷപ്പെട്ടു. ഈ വീഡിയോ കാണുന്ന പുരുഷന്മാരെ നിങ്ങൾ രക്ഷപ്പെട്ടു. എല്ലാ സ്ത്രീകളും മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. എന്നാലും പുരുഷനും സ്ത്രീക്കും സമാസമം മോശക്കാരും ഉണ്ട്, നല്ലവരും ഉണ്ട്. ഊരാൻ പറ്റ പാട്. ഏതായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഇതിൽ ആ പെൺകുട്ടിയുടെ ഭാഗത്താണോ അതോ ഈ ചേട്ടൻ്റെ ഭാഗത്താണോ അതോ ഈ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ന്യായം ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നുള്ളത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഞാൻ പറഞ്ഞ ന്യായമൊന്നുമില്ല, എൻ്റെ സംശയങ്ങൾ മാത്രമാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കണം. മറ്റു വീഡിയോ ആയിട്ടാണ്. ബൈ.